അപ്പോൾ നമ്മളിന്ന് ചിക്കനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മുഴുവൻ ചിക്കൻ കറിയാണ്, ഫുള്ള് കോഴിക്കറി, നാടൻ കോഴിയാണ്, നാടൻ. അപ്പോൾ നമ്മളത് ഫുള്ളായി കറി വയ്ക്കണം. ഒരുപാട് വലുപ്പത്തിലുള്ളത് മേടിച്ചിട്ടില്ല, വേകാനായിട്ട് ബുദ്ധിമുട്ട് പോയി. അപ്പോൾ ലിമിറ്റിലുള്ള സംഭവമാണ് മേടിച്ചത്. ഒരുപാട് വലിയ കോഴി വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ക്ലീൻ ചെയ്യാനും മറ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ നമ്മൾ തൊലി ഇതിൻ്റെ കളഞ്ഞിട്ടില്ല, തൊലിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നാടൻ കോഴിക്ക് ശരിക്കും തൊലി കളയാൻ പാടില്ല, തൊലി ഇരിക്കുന്നതാണ് ടേസ്റ്റ്. ശരിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ രോമമൊക്കെ ഉണ്ടെങ്കിലേ ഇതുണ്ടോ, ഇത് നമ്മൾ മെഷീനിലിട്ട് എടുത്താണെങ്കിലും രോമം ശരിക്കും പോയിട്ടില്ല. നന്നായി ഉള്ളൊക്കെ കഴുകി എടുക്കണം. ഇവിടെ മാത്രം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളതാ. ഓക്കെ, 2-3 തവണ കഴുകാം, ക്ലീൻ ചെയ്ത് മാറ്റണം. നമുക്കിതിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി എടുക്കാം. അതിന് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചൊരു ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനുള്ളൊക്കെ മസാലയും എണ്ണയൊക്കെ നന്നായി പിടിച്ച്, നാടൻ കോഴിയല്ലേ, അപ്പോൾ ഇത് വേകാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാം. ഇതിൽ കൂടുതൽ മസാലയൊന്നുമില്ല, നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. ഇനി കുറച്ച് ഉപ്പ് കൂടണം. മഞ്ഞപ്പൊടി തേക്കുന്നത് എന്തറിയോ, ഇതിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ അതുകൊണ്ടാണ് ഈ മഞ്ഞപ്പൊടി തേക്കുന്നത്. റെഡി. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനെ ഇവിടെ ഇരിക്കട്ടെ, അടുപ്പ് കത്തിക്കാം. അടുപ്പൊന്ന് കത്തിച്ച് വിടാം. കർപ്പൂരമാണിത്, കർപ്പൂരം കേട്ടോ. പെട്ടെന്ന് അടുപ്പ് കത്തിപ്പിടിക്കാനാണ്. കർപ്പൂരം വെച്ചാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും, അതാണ് ഇതിൻ്റെ ഗുണം. പിടിക്കട്ടെ. നമ്മുടെ തീ കത്താൻ തുടങ്ങിയിട്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് നമ്മൾ കോഴിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ലിറ്റർ എണ്ണ വേണത്. 4 കോഴി നമ്മൾ ഒന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. 3 മതിയാവും, 3 ലിറ്റർ എണ്ണ മതിയാവും. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിന് ചിക്കൻ ഇട്ട് കൊടുക്കാം. നാലെണ്ണം ഒന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഇത്ര എണ്ണ ഒഴിക്കുന്നത്. ഇളക്കി കൊടുത്താൽ സൈഡിൽ കിടക്കും. ഇത് നാടൻ കോഴി ആയതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് കറി വെച്ചാൽ പെട്ടെന്ന് വേവില്ല. അതാണ് നമ്മൾ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. മറിച്ചിട്ട് കൊടുക്കുന്നത് അവിടെ വലിയ ചട്ടകം പറ്റില്ല. അതാണ് നമ്മൾ മാറ്റിയത്. ഇതിന് ഇവിടെ ഇടാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. എണ്ണയൊക്കെ മഞ്ഞ നിറമായി. ഓക്കെ, ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് വേട്ടെ. നമുക്കിത് ഓരോന്ന് തന്നിട്ട് പുറത്തിറക്കാം. ഏകദേശം ആയിട്ടുണ്ട് കോഴി, മതി. എണ്ണ മുഴുവനായിട്ട് വലിച്ചെടുക്കാം. നല്ലോണം വരികയാണെന്നില്ല, ഒരു ഏകദേശം മൂത്ത റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ റെഡിയായി. ഇനി നമുക്കിതിനെ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്താ കിടക്കണം, കിടപ്പല്ലേ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിന് വലിയ ഇട്ട് കൊടുക്കാം.
ചട്ട ഉള്ളി നന്നായി മൂപ്പിച്ച് തരണം. കുറച്ച് ഉപ്പ് കൂടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരും. നോക്കിയിട്ട് നമുക്ക് പിന്നിടാം. ഇത് ഇരുമ്പിന് ചട്ടിയായതുകൊണ്ടേ പെട്ടെന്ന് ചൂടാവുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പൂണ്ട് വേറെ തമിഴിൽ പറയാനാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണത്. ഇച്ചിരി നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഒരല്പം എരിവുള്ള മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ല കളർ കിട്ടും കാശ്മീരി ചില്ലിക്ക്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു മണം ഉണ്ടാവും. കുറച്ച് ഗരം മസാല, പൊടികളൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ലേശം വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. സംഗതി അടുക്കി പിടിക്കുകയെ. ഇരുമ്പ് ചട്ടിയാണ്. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി നന്നായി മൂത്ത് വന്നതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് പോരാ, നമുക്ക് കറി കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലൊക്കെ ഒന്ന് ആയി വരുമ്പോൾ, മൂത്ത് വരുമ്പോൾ വെള്ളം കറക്റ്റായി കൊള്ളും. ഒന്ന് തിളച്ചിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സാധാരണ കറി വയ്ക്കുമ്പോൾ ചിക്കൻ ഇട്ടിട്ടാണ് പിന്നെ വെള്ളം ഒഴിക്കാറ്. പക്ഷേ നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുത്തുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ചിക്കൻ ഇടുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും. നമ്മുടെ സംഗതി അടിപൊളിയാവും. ചിക്കൻ മറിച്ചിട്ട് അങ്ങേ സൈഡ് കൊടുന്ന് വേവിക്കണം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 സാധനം കൂടി ചേർക്കാണ്ട് ഇതിനകത്ത്. അതുകൂടി ചേർത്താൽ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിനയില. ഇത് വെറൈറ്റി ഡിഷാണത്. സംഭവം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഒന്ന് ഇളക്കിയാൽ റെഡി. എന്താ മണം!
കറി റെഡിയായി, ഇറക്കി വയ്ക്കാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്ക് കറി നമുക്കിതിൽ വിളമ്പാം. ആ എന്താ രസമില്ല കാണാൻ. ഒരു കോഴിൻ്റെ കാല് മുറിഞ്ഞു പോയിട്ടാ. നമുക്ക് കറി ഒഴിക്കാം. ആ എന്താ കറി, ഗ്രേവി സൂപ്പറാണ്. ഓക്കെ, ആ കറിയൊക്കെ വേണമെങ്കിൽ ഒഴിച്ചതാ. കറിയൊക്കെ ഒഴിച്ച് കഴിക്കും. രമേശ് എങ്ങനെയുണ്ട്? രശ്മണ സൂപ്പറായിട്ടുണ്ടോ? എനിക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല, അതാണ്. ആ ആരില്ല, കഴിച്ചോണേ. നിങ്ങൾ കഴിക്കും. അടിപൊളിയായിട്ടാ, അടിപൊളി. എനിക്ക് എൻ്റെ മണം വന്നിട്ട് ശരിക്കും സൈക്കിളില്ല. ഇനി എന്തായാലും ഒരു അരമണിക്കൂറുള്ള നോമ്പ് തുറക്കാൻ ക്ഷമയോടെ കാത്തിരിക്കാം. എന്നും പേരും കണ്ണാട് പുതിയ അതിഥി കേട്ടാ, ഇടയ്ക്ക് വന്നിട്ടായിരുന്നു, പിന്നെ അങ്ങനെ പോയതാണ്. എന്നും പേരും കേട്ടോ കണ്ണാട്ടാ, അടിപൊളിയായിട്ടാ. എൻ്റെ മകനാണ്. ഇറച്ചിയെ കഴിക്കുള്ളൂ. ചോറിന് ഇറച്ചിയൊക്കെ എടുത്ത് കഴിക്കും മക്കളെ, ഇറച്ചിയൊക്കെ കഴിക്കും. എന്നിട്ട് എങ്ങനെയുണ്ട് പെട്ടെന്ന് പറയും. കറി ഗ്രേവി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? അടിപൊളി ഗ്രേവി അല്ലേ? ഓക്കെ. ഇറച്ചിയൊക്കെ വന്നിട്ടില്ലേ? എന്തായാലും നമ്മൾ അത്ര വേവിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ചൂടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.